നമസ്കാരം. അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും ട്രംപ് എന്തൊക്കെ കാണിച്ചാലും കിങ് ജോൺ ഉണ്ണിന്റെ പേര് കേൾക്കുമ്പോൾ അമേരിക്കൻ തലവന് മുട്ടിടിക്കും. ഇതേ ഒരു മുട്ടിടിപ്പ് 2 ദിവസത്തിനു മുന്നേ മോദിയും പുടിനും ഷി ജിൻപിങ്ങും ഉൾപ്പെടെ ഒരു ചർച്ച നടത്തിയത് ലോക ശ്രദ്ധ തന്നെ നേടിയതാണ്. അമേരിക്കയിൽ പുടിനും ഷി ജിൻപിങ്ങും ഒക്കെ മോദിയുമായിട്ട് ഒരു ചർച്ച നടത്തിയതിന്റെ ആ ഞെട്ടലിൽ നിന്നും ഇതുവരെയായിട്ട് ട്രംപ് മുക്തരായിട്ടില്ല. കിങ് ജോൺ ഉൺ അങ്ങനെയൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. തികച്ചും അപ്രതീക്ഷിതമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും അതായത് ഉത്തര കൊറിയ തലവന്റെ പ്രാധാന്യം ഉള്ള ഒരു പ്രോഗ്രാമിൽ മാത്രമേ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. നിലവിൽ ചൈനയിലേക്ക് സംരക്ഷിത ട്രെയിനിൽ ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോൺ ഉൺ യാത്ര തിരിച്ചിരിക്കുകയാണ്. ബീജിംഗിൽ നടക്കുന്ന സൈനിക പരേഡിന് സാക്ഷിയാകാനാണ് കനത്ത സുരക്ഷയിൽ കിങ് ട്രെയിൻ മാർഗം പുറപ്പെട്ടത്. ബുധനാഴ്ചയാണ് ചൈനയുടെ വിക്ടറി ഡേ പരേഡ് നടക്കുന്നത്. അന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അടക്കമുള്ള നേതാക്കൾക്കൊപ്പമാകും കിങ് ജോൺ ഉൻ ആദ്യത്തെ ബഹുമുഖ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുക. ചൊവ്വാഴ്ചയാണ് അതീവ സുരക്ഷയുള്ളതും കവചിതവുമായ ട്രെയിൻ കിമ്മുമായി ചൈനീസ് അതിർത്തി കടന്നത്. അത്യാധുനിക റെസ്റ്റോറന്റ് അടക്കമുള്ള സൗകര്യം അടങ്ങിയതാണ് ഈ കവചിത ട്രെയിൻ. അതീവ സുരക്ഷ ഉള്ളതിനാൽ വളരെ സാവധാനമാണ് ഈ ട്രെയിൻ നീങ്ങുക. 24 മണിക്കൂർ നീളുന്ന ഒരു യാത്ര എന്നാണ് ദക്ഷിണ കൊറിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1959 ശേഷം ആദ്യമായാണ് ഉത്തര കൊറിയൻ നേതാവ് ചൈനീസ് സൈനിക പരേഡിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മ്യാൻമാർ, ക്യൂബ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും സൈനിക പരേഡിന് സാക്ഷിയാകും. 2015 ഉത്തര കൊറിയ ചൈനീസ് സൈനിക പരേഡിന് ഒരു പ്രതിനിധിയെ അയച്ചിരുന്നു. നിലവിൽ റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കിം വിദേശ സന്ദർശനം നടത്തുന്നത് വളരെ അപൂർവമാണ്. യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ 2 തവണ പുടിനെ കണ്ടതല്ലാതെ മറ്റ് ലോക നേതാക്കൾക്ക് കിം മുഖം കൊടുത്തിരുന്നില്ല. നേരത്തെ 2019 നയതന്ത്ര ബന്ധങ്ങളുടെ 70ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് കിം പോയതും ഇതേ ട്രെയിനിന് തന്നെയായിരുന്നു. കിമ്മിന്റെ മുത്തച്ഛൻ കിം ഇൽ സങ് ആണ് ഇത്തരത്തിൽ ട്രെയിൻ യാത്ര ആരംഭിച്ചത്. വിയറ്റ്നാമിലേക്കും കിഴക്കൻ യൂറോപ്പിലേക്കും കിം ഇൽ സങ് സഞ്ചരിക്കുന്നത് ട്രെയിൻ മാർഗമായിരുന്നു. കിമ്മിന്റെ പിതാവ് കിങ് ജോൺ ഇൽ വിമാനയാത്രയെ ഭയന്നതിനാൽ ട്രെയിൻ യാത്രകൾ തുടരുകയായിരുന്നു. കോൺഫറൻസ് റൂമുകൾ, ഓഡിയൻസ് ചേംബറുകൾ, കിടപ്പുമുറികൾ അടക്കം 90 ബോഗികളാണ് ഈ ട്രെയിനിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ ട്രെയിൻ ചലിക്കുന്നത് വളരെ വേഗത കുറഞ്ഞാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.